നമസ്കാരം. ബ്രഹ്മദത്തൻ നോക്കി നിൽക്കെ ഉടൽ നിറയെ കൈകളുള്ള ഒരു ഭീകര സ്വത്വമായി മാറി സുഭദ്ര. ഇൻ ഹരിഹർ നഗർ എന്ന സിനിമയിൽ കുളിസീൻ കാണാൻ മുകേഷിൻ്റെ തോളിൽ കയറി ജനാല വഴി കയറുന്ന ജഗദീഷിൻ്റെ നിഴൽ കണ്ട് ഫിലോമിനെ ഭയക്കുന്ന ഒരു രംഗമുണ്ട്. ഇതുപോലെ നമ്മുടെ അക്ഷരാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയും വല്ലാതെ ഭയന്നുപോയി. ഞാൻ കയറി ചെല്ലുമ്പോൾ സിംഹത്തിൻ്റെ മുകളിലതാ കാവിക്കൊടിയും പിടിച്ചൊരു സ്ത്രീ ഇരിക്കുന്നു. ആ ചിത്രത്തിന് മുമ്പിൽ ഗവർണർ പുഷ്പാർച്ചന നടത്തുന്നു. ഞാൻ ആ രംഗം കണ്ട് വല്ലാതെ ഭയന്നുപോയി. എനിക്കവിടെ ഇരിക്കാനേ തോന്നിയില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രമായിരുന്നു അതെങ്കിലും സഹിക്കാമായിരുന്നു. ഇതേതാണ് ഈ ചിത്രം? സിംഹത്തിൻ്റെ മുകളിൽ കയറി ഏതോ ഒരു സ്ത്രീ കാവിക്കൊടി പിടിച്ച് ഇന്ത്യക്കകത്തിരിക്കുകയാണ്. ഒരു വനിത കാവിക്കൊടി പിടിച്ച് സിംഹത്തിൻ്റെ മണ്ടയിൽ കയറിയിരുന്നാൽ ഭാരതാംബയാകുമോ? ഇന്ന് രാജ്ഭവനിൽ നിന്നും ഭാരതാംബയെ കണ്ട് ഭയന്ന് പിണങ്ങി ഇറങ്ങിപ്പോന്ന ശിവൻകുട്ടി മാധ്യമങ്ങളോട് പറഞ്ഞ കാര്യങ്ങളാണിതൊക്കെ. എവിടെയാണ് വിളക്ക് തെളിയിക്കുന്നത് എന്ന് എനിക്കറിയില്ലായിരുന്നു. അങ്ങനെയെങ്കിൽ ഞാൻ പോകില്ലായിരുന്നുവെന്നും ശിവൻകുട്ടി പറയുന്നു. പക്ഷേ ബഹിഷ്കരിക്കുന്നതിന് മുമ്പ് ശിവൻകുട്ടി വായിക്കുന്നത് എഴുതി തയ്യാറാക്കി കൊണ്ടുപോയ പ്രസംഗമായിരുന്നു. അപ്പോൾ ഇതൊരു ഉഡായിപ്പ് സീൻ അല്ലായിരുന്നു. നിലമ്പൂരിലെ വോട്ടർമാർക്ക് മുമ്പിൽ കളിച്ച ഒരു കളിയല്ലേ അണ്ണ ഇതൊക്കെ? ഗോവിന്ദൻ പറഞ്ഞ RSS ബന്ധം ഞങ്ങൾക്കില്ലെന്നും ഞങ്ങൾ RSSനെ നഖശിഖാന്തം എതിർക്കുന്നവരാണ് എന്നും അവിടുത്തെ മുസ്ലിം വോട്ടർമാരെ ബോധ്യപ്പെടുത്താനുള്ള ഒരു നാടകമായിരുന്നില്ലേ ഇത്? മന്ത്രി ചെല്ലുന്നതിന് മുമ്പേ പുഷ്പാർച്ചന നടന്നുവെന്നാണ് ശിവൻകുട്ടി പറയുന്നത്. അപ്പോൾ ശിവൻകുട്ടിയോട് ആരും അതിന് നിർബന്ധിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കാം. ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സിലെ കുട്ടികൾക്കുള്ള അവാർഡ് വിതരണ ചടങ്ങിലാണ് ശിവൻകുട്ടി അച്ചടക്കമുള്ള പിള്ളേരെയും ഗവർണറെയും അപമാനിച്ച് ഇറങ്ങിപ്പോന്നത്. ഞാൻ ഇറങ്ങിപ്പോരുമ്പോൾ ഗവർണർ ആട്ടുകല്ലിന് കാറ്റുപിടിച്ച പോലെ ഇരിക്കുകയായിരുന്നു അത്രേ. ശിവൻകുട്ടി കരുതി അയ്യോ ശിവ പോകല്ലേ എന്ന് പറഞ്ഞ് ഗവർണർ പിന്നാലെ ചെല്ലുമെന്ന്. ഇതുപോലെ ഒരു ചിത്രത്തിന് മുമ്പിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും VD സതീശനുമൊക്കെ പുഷ്പാർച്ചന നടത്തുന്ന ചിത്രങ്ങൾ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട്. അവർക്കാർക്കും ഇതുവരെ പേടി കിട്ടിയിട്ടില്ല. എന്തായാലും ഒരു കാര്യത്തിൽ നമുക്ക് സമാധാനിക്കാം. ബഹിഷ്കരണ പ്രസംഗത്തിൽ ശിവൻകുട്ടി പറയുന്നു ഇന്ത്യ എൻ്റെ രാജ്യമാണെന്ന്. അല്ലെങ്കിൽ നമ്മൾ സംശയിച്ചു പോയേനെ. ഭാരതാംബയ്ക്ക് പകരം യേശുദേവൻ്റെ പടം വയ്ക്കാമല്ലോ എന്നും ശിവൻകുട്ടി ചോദിക്കുന്നുണ്ട്. കൊച്ചു കള്ളൻ. നിലമ്പൂരിലെ ക്രിസ്ത്യാനികളെ കമിഴ്ത്താനുള്ള സൈക്കോളജിക്കൽ മൂവായിരുന്നു അത്. ശിവൻകുട്ടിയുടെ ഇന്നത്തെ പ്രകടനത്തോടെ സ്വരാജിന് നഷ്ടമായിരുന്ന 10,000 ചില്ലുവാനം വോട്ട് തിരിച്ചു വന്നു കഴിഞ്ഞു. ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോരുന്നതിന് മുമ്പ് ശിവൻകുട്ടി ഡെസ്കിൽ കയറി നിന്ന് മുണ്ടുപൊക്കി ഒരു പ്രദർശനമങ്ങ് നടത്തണമായിരുന്നു. അതല്ലേ ചങ്കൂറ്റം? പൊട്ടച്ചക്കിന് പുണ്ണൻകാള എന്ന് പറയും പോലെ പിണറായിക്ക് കുറേ ശിങ്കിടി മന്ത്രിമാരുണ്ട്. തോന്നിവാസങ്ങൾ കാണിക്കാനും പറയാനും സ്വന്തമായി യൂണിവേഴ്സിറ്റി ഉണ്ടാക്കി സർട്ടിഫിക്കറ്റ് നേടിയവരാണവർ. അതുപോലെ കേന്ദ്രം വിദ്യാഭ്യാസ വകുപ്പിലെങ്ങാനും കയറി പിടിമുറുക്കി ഫണ്ട് വല്ലതും തടഞ്ഞാൽ ശിവൻകുട്ടി ഭാരതാംബയുടെ മുമ്പിൽ വിളക്കല്ല പന്തം കൊളുത്തി പ്രണമിക്കും. ഈ മനുഷ്യനോട് ആരും പറഞ്ഞില്ല ഭാരതാംബയുടെ ചിത്രത്തിന് മുമ്പിൽ വിളക്ക് കൊളുത്താൻ. മൈക്കിന് മുമ്പിൽ നിന്ന് ബബ്ബബ്ബ പറഞ്ഞിട്ട് പോന്നാൽ മാത്രം മതിയായിരുന്നു. പക്ഷേ CPIക്കാർ ഒറ്റയ്ക്ക് ക്രെഡിറ്റ് വല്ലതും അടിച്ചെടുത്താലോ എന്ന് ഭയം. ഇതല്ല ഭാരതാംബ എന്ന് പറയുന്ന ശിവൻകുട്ടി എവിടെ വെച്ചാണ് ശരിക്കും ഭാരതാംബയെ കണ്ടിട്ടുള്ളത്? ശിവകാശിയിലെ പോസ്റ്റർ ഡിസൈനർമാർ രൂപകൽപ്പന ചെയ്ത ദൈവങ്ങളാണ് നമ്മുടെ പരിചിതരായ ദൈവങ്ങളെല്ലാം. രാജ്ഭവനിൽ ഭാരതാംബയെ വയ്ക്കാമോ എന്ന് ചോദിക്കുന്ന ശിവൻകുട്ടി സ്വന്തം ഭാരതാംബയെ ഉണ്ടാക്കി കയ്യിലൊരു അരിവാളും പിടിപ്പിച്ച് മന്ത്രിയുടെ ഓഫീസിൽ വെച്ചാൽ പ്രശ്നം തീരില്ലേ? ഭരണഘടനയാണ് രാജ്യത്തിൻ്റെ നട്ടല്ലെന്നും ശിവൻകുട്ടി പ്രസംഗിച്ചിട്ടാണ് പോകുന്നത്. ചേടാ, നിങ്ങളുടെ കൂട്ടുമന്ത്രി അല്ലേ സഖാവെ പറഞ്ഞത് ഭരണഘടന കുന്തമാണ് കുടച്ചക്രമാണ് എന്നൊക്കെ? അപ്പോൾ ഭാരതാംബ മാത്രമല്ല ഭരണഘടന പോലും നമുക്ക് കപ്പലണ്ടി പൊതിയാനുള്ള കടലാസാണല്ലേ? പോയ ഗവർണറേക്കാൾ ഭീകരനാണ് വന്ന ഗവർണർ എന്നാണ് CPMകാർ ഇപ്പോൾ പറയുന്നത്. അന്ന് അധികാര തർക്കമായിരുന്നെങ്കിൽ ഇന്ന് ആശയ തർക്കമാണ്. കൂടുതൽ മൂത്താൽ ഇനി ഗവർണർ പറയും ഇനിയും സർക്കാർ അയച്ചു തരുന്ന ബില്ലുകൾ ഞാൻ ഒപ്പിടണമെങ്കിൽ ഭാരതാംബയുടെ മുമ്പിൽ വന്ന് പുഷ്പാർച്ചന നടത്തണമെന്ന്. അതോടെ പിണറായി വിജയൻ ഒരു വട്ടി പൂവുമായി അങ്ങോട്ട് ഓടാനും സാധ്യതയുണ്ട്. ഈ CPIയും ശിവൻകുട്ടിയും ഗോവിന്ദനും ഇടയിൽ കിടന്ന് ചക്രശ്വാസം വലിക്കുകയാണ് പിണറായി വിജയൻ. എങ്ങനെയെങ്കിലും RSSൻ്റെ കൊടി പിടിച്ചോ ഗവർണർമാരെ വിരുന്നിന് വിളിച്ചോ 1 വർഷത്തിനകം മകളെ SFIOക്കാരുടെ കയ്യിൽ നിന്നും ഊരിയെടുക്കണം. അധികാരവും പോയി മകളും കുരുക്കിലായാൽ മരുമകൻ പോലും അമ്മാശൻ്റെ ഇച്ഛാശക്തിയെപ്പറ്റി ഒരക്ഷരം മിണ്ടിയെന്ന് വരില്ല. CPI ചെയ്ത പോലെ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി
AKG സെൻറ്ററിൻ്റെ 9ാം നിലയിൽ നിങ്ങളുടേതായ ഒരു ഭാരതാംബയെ പ്രതിഷ്ഠിക്കണം. ചെങ്കൊടി കയ്യിൽ പിടിപ്പിച്ച് ഭാരത് മാതാ കി ജയ് വിളിച്ചു കൊടുക്കണം. അത് കേട്ട് മോദി നടുങ്ങണം. സിംഹത്തിൻ്റെ പുറത്ത് ഭാരത് മാതാ ഇരിക്കുന്നത് സൂഹിക്കുന്നില്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു മാർക്സിസ്റ്റ് മൃഗത്തെ കണ്ടെത്തിക്കൂടെ?